ഓം നമഃ ശിവായ. വീട്ടിലെ ധനതടസ്സത്തിന് പരിഹാരമായി ഈ വിദ്യയൊന്ന് പരീക്ഷിച്ചു നോക്കൂ. പലതരം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അകറ്റാൻ പല വഴികളും നോക്കിയിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ ഇനി കല്ലുപ്പുകൊണ്ട് ഒരു വിദ്യയുണ്ട്. കല്ലുപ്പിന് വിശ്വാസവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കല്ലുപ്പ് പൊതുവെ പല കർമ്മങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. താന്ത്രിക, മാന്ത്രിക വിദ്യകൾക്ക് ഇത് പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഉപ്പ് കടലിൽ നിന്നെടുക്കുന്നതാണ്. മഹാവിഷ്ണുവും ഒപ്പം ലക്ഷ്മീദേവിയും കടലിൽ അനന്തനിലാണ് വസിക്കുന്നതെന്നാണ് വിശ്വാസം. ഇതിനാൽ ഉപ്പിന്, പ്രത്യേകിച്ചും കല്ലുപ്പിന് ലക്ഷ്മി സ്വാധീനമുണ്ടെന്നാണ് വിശ്വാസം. ഇതാണ് പല കർമ്മങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് നെഗറ്റീവ് എനർജി നീക്കാൻ നല്ലതാണ്. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് പുറത്തു കളയുന്നു. ഇതിലൂടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ധനസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറുന്നു. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഉപ്പ് ഭരണിയിലാണ്, അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിൽ. ഇത് ചെയ്യാൻ പ്ലാസ്റ്റിക് പാത്രമോ ആകാം. കുഴിയുള്ള പാത്രം വേണം എടുക്കാൻ. പാത്രത്തിന്റെ പകുതിയോളം വെള്ളമെടുക്കുക. നല്ല ശുദ്ധമായ ജലം നിറയ്ക്കുക. ഒരു സ്പൂൺ കല്ലുപ്പ് ഇടുക. ഈ ക്രിയ ചെയ്യാൻ പോകുന്നയാളുടെ തലയ്ക്കു ചുറ്റും ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടുമായി 3 തവണ ഒഴിയുക. മനസ്സിൽ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. ഇതിനൊപ്പം ഒരു സ്പൂൺ കല്ലുപ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിക്കുകയും വേണം. ഒഴിഞ്ഞ ശേഷം ഈ ഉപ്പുവെള്ളം നിറച്ച പാത്രത്തിൽ ഇടുക. വീട്ടിൽ ഉള്ള എല്ലാവരെയും ഇതുപോലെ ഒഴിയുക. ആളുകൾ വീട്ടിൽ ഇല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിൽ ഒഴിയാം. ഇതിലൂടെ നെഗറ്റീവ് ഊർജത്തെ ഉപ്പ് വഴി വീട്ടിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു പിടി കല്ലുപ്പ് കയ്യിൽ എടുക്കുക. ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചതിനുശേഷം വീടിനു ചുറ്റും 3 തവണ നടക്കണം. 3 തവണ വലത്തേക്കും 3 തവണ ഇടത്തേക്കും. ഇങ്ങനെ വലം വയ്ക്കാൻ സാധിക്കാത്തവർ വീടിനുള്ളിൽ ഇതുപോലെ വലത്, ഇടത് ഭാഗത്തേക്കായി കയറിയിറങ്ങുക. എല്ലാ മുറിയിലും കയറിയിറങ്ങണം. ഇതേ പാത്രത്തിൽ തന്നെ കയ്യിലെ കല്ലുപ്പിടുക. ഇത് നെഗറ്റീവ് ഊർജത്തെ ആവാഹിച്ചതാണ്. ഈ ഉപ്പ് പാത്രത്തിലെ വെള്ളത്തിൽ അലിയിച്ച് തീർക്കണം. ഒരൽപ്പം ഉപ്പ് പോലും അലിയാതെ കിടക്കരുത്. ഇതൊക്കെ ദിവസങ്ങൾ പിന്നീട് ഇത് തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിക്കാം. വീട്ടിൽ തെങ്ങില്ലെങ്കിൽ വീട്ടിൽ എവിടെയും ഇത് ഒഴിക്കാതെ പുറത്തേക്ക് മാറ്റിക്കളയണം. ചൊവ്വ, വെള്ളി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ആവാഹനം നടത്താൻ നല്ലത്. ഇത് നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം അവസാനിപ്പിക്കാൻ സാധിക്കും. കൂടുതൽ നെഗറ്റീവ് ഊർജമെങ്കിൽ ഈ 2 ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ്. ഉച്ചയ്ക്ക് 12-ന് ശേഷം മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണിക്ക് മുൻപായാണ് ചെയ്യേണ്ടത്. 12:30 ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. ഇത് ചെയ്യാൻ പുലവാലായ്മകളോ മാസമുറ പ്രശ്നങ്ങളോ ഒന്നും ബാധകമല്ല. ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.